ശക്തമായ ദൈവസാന്നിധ്യത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവരും ഒരു ശക്തമായ ദൈവസാന്നിധ്യം സിസ്റ്റർ ട്രാൻസ്ലേറ്റ് ചെയ്യുക പ്ലീസ്. ശക്തമായ ദൈവസാന്നിധ്യം വന്നുകൊണ്ടിരിക്കുന്നു. സിസ്റ്റർ മൈക്ക് വെച്ചൊരു അടുപ്പിച്ചു വിളിച്ചു സൗണ്ട് കൂടാൻ വേണ്ടി. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നമ്മൾ ഇരുന്നപ്പോൾ തൊട്ട് കർത്താവിൽ വലിയൊരു സാന്നിധ്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. Persons we've been here, there was a great presence of God here. Thank you, Holy Spirit. Hallelujah. Thank you, Holy Spirit. Thank you, Holy Spirit. എല്ലാ ദൈവദാസന്മാർക്ക് നന്ദി പറയുന്നു. Thank you, Holy Spirit. ദൈവദാസിമാർക്ക് നന്ദി പറയുന്നു. Thank you for everyone. കടന്നു വന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. Everyone. ഹല്ലേലൂയ. കർത്താവ് ചില കാര്യങ്ങളൊക്കെ അല്പസമയം നമ്മൾ ദിവസത്തിൽ ഇരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. God is revealing a lot of things when we sit in the presence of God. ഓക്കെ. ഹല്ലേലൂയ. അതെന്നെ വലിയൊരു കാര്യമാണ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. I thank God for His presence in our midst. Praise God, praise God, praise God. ഒന്ന് ഈ കർത്താവ് പറഞ്ഞത് ഒരു ഫയർ അനോയിന്റിങ് നമ്മൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഫയർ അനോയിന്റിങ്. Fire anointing is among us now. ഒരു ഫയർ അനോ നിങ്ങളുടെ മേലെ ഒരു തീയുടെ അഭിഷേകം ദൈവം വെളിപ്പെടുത്തിക്കൊണ്ട്. തീയുടെ അഭിഷേകം. God is sending a fire anointing upon you. തീയുടെ അഭിഷേകം പൈശാചിക ശക്തികളെ കരിച്ചു കളയുന്നതാണ്. The fire anointing will burn the demonic forces. ഫയർ അനോയിന്റിങ് എപ്പോഴും നമുക്ക് ആവശ്യമാണ്. ഫയർ അനോയിന്റിങ് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. We need the fire anointing all the time. Praise God, hallelujah. ഒരു അഗ്നി ലാവ ഒഴുകുന്നതായിട്ട് പരിശുദ്ധാത്മ കാണിക്കാനിടയായി. God showed me a fire lava from the presence of God. Yeah, fire and ലാവ, അതായത് നമ്മൾ അഗ്നി ലാവ ഒഴുകിക്കൊണ്ടിരിക്കുക. I saw fiery lava. ആമീൻ. അതുപോലെ ദൈവനെ കാണിച്ച പുതപ്പുകൾ വീഴുന്നുണ്ട്. ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ പുതപ്പുകൾ. The black mantles from God is falling upon you. ദൈവത്തിന്റെ പുതപ്പുകൾ നമ്മൾ വീണുകൊണ്ടിരിക്കുക. God's mantle is falling upon us. നമ്മുടെ കർത്താവിനോട് പറഞ്ഞ നമ്മളെ ഒരു ക്വാളിറ്റി ഉള്ള ആൾക്കാരാക്കി മാറ്റും. ക്വാളിറ്റി, ദൈവത്തിന് വേണ്ടി ക്വാളിറ്റി ഉള്ള ആൾക്കാരാക്കി മാറ്റും. Make everyone quality people. നമ്മൾ സാധാരണ ഷുഗറി പീപ്പിൾ അല്ല, നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാരാക്കി മാറ്റും. Not like sugary people. മധുരം കൊടുക്കുന്ന മുട്ടായി പോലത്തെ അല്ല, but quality people. നമ്മൾ പറയുന്ന എല്ലാം നല്ല ഗൗരവമുള്ള കാര്യങ്ങളായിരിക്കും. You will speak serious issues. നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് നല്ല പവർഫുൾ ആയിരിക്കും. And should be powerful things you're going to speak. അതുപോലെ കർത്താവ് ഡെലിവറൻസ് എന്തൊക്കെയോ കർത്താവ് ഡെലിവറൻസിന്റെ അകത്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഇന്നർ പാർട്ടുകളിലൊക്കെ ഡെലിവറൻസ് നടന്നുകൊണ്ടിരിക്കുക. God is doing a deliverance in the inner parts of the body. ഹല്ലേലൂയ. അതുപോലെ കർത്താവ് പറഞ്ഞു നമ്മളൊരു ദൈവരാജ്യത്തിന്റെ അകത്തോട്ട് ദൈവം കൂടുതലായിട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. God is bringing us closer to the kingdom of God. പ്രൈസ് ഗോഡ്. ഇടയ്ക്ക് കർത്താവ് എനിക്ക് വരുവാനിടയായി. എനിക്ക് പ്രത്യേകം ഒരു കിരീടം ദൈവം തരുവാനിടയായി. God came to me and gave me a crown. ഈ സിസ്റ്റർ ഉദ്ര കാണിച്ചു വന്നിട്ട് പറഞ്ഞ കർത്താവ് പറഞ്ഞ ഒരു അരയ്ക്ക് ഒരു കച്ച കെട്ടാൻ പോവുക. Sister Uttara, God is going to put a mantle on your cloth on your loins. അതിൽ തലവേദന, തലയ്ക്ക് ഇങ്ങനെ കെട്ടിവെച്ച് നടക്കുന്നവരൊക്കെ കർത്താവ് ആക്കാൻ പോവുക. കർത്താവ് തലയ്ക്ക് ഇങ്ങനെ ഭാരം, എപ്പോഴും തലയ്ക്ക് ഭാരം നിങ്ങൾക്ക് കർത്താവ് സൗഖ്യമാക്കും. People with the headache or weight in the heaviness in the head, God is healing them. ഈ പാസ്റ്റർ ഫിലിപ്പാസിന്റെ ഭവനത്തിൽ ജെനീസിസ് 50:14-19 ഒരു മരണദൂതൻ കയറി ഇറങ്ങുന്നുണ്ട്. I see Philip pastor's house, there's the angel of death is going and coming out. ഹല്ലേലൂയ. ഒരു മരണദൂതൻ ഇറങ്ങുന്നുണ്ട്, കയറി വരുന്നുണ്ട്. Angel of death. ഒരു യൂറിനറി ഇൻഫെക്ഷൻ, ഈ ബ്ലാഡർ പ്രോബ്ലങ്ങൾ കർത്താവ് സൗഖ്യമാക്കും. Urinary issues and bladder problems. ഹല്ലേലൂയ. എനിക്ക് ഈ ഫാദർ ഓഫ് ഗോഡിന്റെ ഒരു പ്രസൻസ് എന്റെ സ്പിരിറ്റിൽ മനസ്സിലാക്കുന്നു. I'm feeling, I understand the presence of the Father here. ആക്ച്വലി ഒരു പ്രസൻസ് ആയിട്ടല്ല മനസ്സിലായി. ഫാദർ ഓഫ് അത് കർത്താവ് ഇവിടെ വന്നിരിക്കുന്ന പിതാവിന്റെ ഒരു സാന്നിധ്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. സ്പിരിറ്റിൽ എനിക്ക് മനസ്സിലാക്കുന്നുണ്ട് കർത്താവ് പിതാവ് ഇവിടെ വന്നിട്ടുണ്ടെന്ന്. ആ ഒരു സാന്നിധ്യം മനസ്സിലായോ? The presence of the Father God among us. ഹല്ലേലൂയ. പിതാവിന്റെയും
ആ പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യമുണ്ട്, യേശുവിന്റെ ഒരു സാന്നിധ്യമുണ്ട്, പിതാവിന്റെ ഒരു സാന്നിധ്യം നമുക്ക് വന്നിട്ടുണ്ട്. Feel the manifested presence of the Father and the Holy Spirit here. അന്തരീക്ഷമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിടക്കുന്നുണ്ട് ദൈവാത്മാവ് കാണിക്കുന്നത്. The atmosphere is very clear. എല്ലാ രീതിയിലും ദൈവത്തിന്റെ പ്രസൻസ് മീൻസ് നമുക്കൊരു എന്താണ് ഹാപ്പി മൂഡ് ദൈവം തരുന്നത്. That is from the presence of the Lord. പക്ഷെ നമ്മളെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടി പിശാച് ആകെ ശ്രമിക്കുക എപ്പോഴും. Enemy always try his best to discourage us. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പറഞ്ഞ ദൈവസ്ഥാനത്ത് ഇരുന്നിട്ടേ മറ്റു കാര്യങ്ങൾക്ക് പോകാവുള്ളൂ. That's why you have to sit in the presence of God the first thing in the morning as soon as you wake up. ദൈവവചനമായിരുന്ന് പ്രാർത്ഥിച്ച് നമ്മളെ പ്രസൻസ് ഓഫ് ഗോഡ് മനസ്സിലാക്കിയെങ്കിലേ പോകാവുള്ളൂ. We need the word of God and meditate the word of God, sit in his presence before you do anything in the morning. വർഷിപ്പ് ചെയ്ത് കർത്താവിന്റെ പ്രസൻസ് അല്ലെങ്കിൽ വാചനം വായിക്കും പ്രസൻസ് അല്ല സ്തുതിക്കും പ്രസൻസ് മനസ്സിലായെങ്കിൽ എഴുന്നേൽക്കാവുള്ളൂ. So you understand the presence of God by reading the word. നമ്മൾ ജസ്റ്റ് മൂവ് ചെയ്യുമ്പോഴത്തെ ഒരു ടെലിഫോൺ കോൾ വരാം, അന്നത്തെ ദിവസം മുഴുവൻ നമ്മളെ മടിപ്പിച്ച് കളയും, അല്ലെങ്കിൽ ഒരു ഇൻസിഡൻസ് നമുക്ക് ഉണ്ടാകാൻ നമ്മളെ മടിപ്പിച്ച് കളയും. Otherwise you get just a phone call, it can make you tired, make you unhappy. ഞാൻ രാവിലെ തന്നെ പ്രാർത്ഥിച്ച് എല്ലാം റെഡിയായി ഞാനിങ്ങോട്ട് മെസ്സേജ് മീൻസ് നമ്മുടെ മീറ്റിംഗ് വരുന്നതിന് മുന്നേ 2 മിനിറ്റ് ഒരു കോൾ വന്ന മുന്നേ. സാധാരണ ഞാൻ ഈ മെസ്സേജിന് ഒരു 2-3 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഈ മെസ്സേജ് അല്ലെങ്കിൽ എന്താ പറയുക മെസ്സേജ് കൊടുക്കാൻ നേരം അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഡെലിവറൻസ് മിനിസ്ട്രിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഫോണുകളൊന്നും എടുക്കാറില്ല. എന്നാൽ ഇന്ന് പിന്നെ അതുപോലെ ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു ഫോൺ കോൾ ആയതുകൊണ്ട് ഞാൻ എടുക്കുവാനിടയായി. Today I received a phone call 2 minutes before I joined the prayer line. Usually I don't attend any phone calls before the prayer or going to deliverance ministry or anything. പെട്ടെന്ന് പറയുന്ന മുഴുവൻ നെഗറ്റീവ് കാര്യങ്ങളാണ്. Then I'm hearing all the negative things coming through the phone. നമ്മളെ അങ്ങ് ക്ഷീണിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. It will make you unhappy and it will make you tired. പിശാച് വലിയൊരു തന്ത്ര ദൈവമക്കളെ. നമ്മുടെ ശുശ്രൂഷ, പ്രത്യേകിച്ച് നിങ്ങൾ ശുശ്രൂഷയിലാകുന്നവര് നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുന്നേ, നിങ്ങൾ സഭായോഗത്തിൽ ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുന്നേ, അല്ലെങ്കിൽ നിങ്ങൾ സ്പെഷ്യലായിട്ടൊരു മീറ്റിങ്ങിന് പോകുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ പാടില്ല. This is a tactic of the devil. So the ministers, please be careful. Do not take any phone call before the church ministry or meetings or deliverance ministries or anything. നിങ്ങൾ മീറ്റിങ്ങിന് പോകുന്നതിന് മുന്നേ നിങ്ങൾ വാർത്തകളോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാൻ പോകരുത്. Don't talk to people about the worldly things, news or what is happening in the world before you go for ministry or deliverance. ഈവൻ നിങ്ങളുടെ കുടുംബമായിട്ട് പോലും സംസാരിക്കരുത് നിങ്ങൾ മീറ്റിങ്ങിന് പോകുന്നതിന് മുന്നേ. കാരണം നിങ്ങളെ ഡിസ്കറേജ് ചെയ്യും. Even it's better not to talk to your family members. It will discourage you. നിങ്ങൾ കടന്നു പോകുന്ന വാഹനത്തിൽ ഇരിക്കുന്നവരോട് നിങ്ങൾ സംസാരിക്കരുത്. Even don't talk to the people who is driving with you in the vehicle before the church meeting. കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മിനിസ്റ്റർ ചെയ്യാൻ പറ്റൂ. Only you can do the ministry. നമ്മൾ സാധാരണ നിങ്ങളാരെയും ഞാൻ കുറ്റപ്പെടുന്നില്ല. നിങ്ങൾ ചർച്ചിൽ സഭായോഗത്തിന് പോകുമ്പോൾ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലും കയറി നിങ്ങൾ മീനും വാങ്ങിച്ച് അല്ലെങ്കിൽ നിങ്ങൾ പരിപ്പും വാങ്ങിച്ച് നിങ്ങൾ ഫ്രൂട്ട്സും വാങ്ങിച്ച് പല കാര്യങ്ങൾ ചെയ്ത ശേഷമാണ് ഓടി ചർച്ചയ്ക്ക് കയറുന്നത്. ഇറ്റ്സ് റോങ് ആക്ച്വലി. I am not blaming anybody, but many times people go to church, so before they go to church, they go to supermarket. They buy fish, fruits, all kind of stuff, then they run to the church. അത് ഭയങ്കര തെറ്റാ. നിങ്ങൾക്ക് ദൈവസാന്നിധ്യം കിട്ടത്തില്ല. That means that will decrease. That will take away the presence of God from your life. നിങ്ങൾ ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ പെട്രോൾ അടിക്കാൻ പോകുന്നു. നിങ്ങൾ ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുന്നേ ഒരു ശുശ്രൂഷകന്റെ കാര്യം പറഞ്ഞു. നിങ്ങൾ ഫ്യൂൽ സ്റ്റേഷനിൽ കയറുന്നു, നിങ്ങൾ മാർക്കറ്റിൽ കയറുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സ്റ്റഫുകൾ വാങ്ങിക്കാൻ കയറുന്നു. ടോട്ടലി റോങ്. പരിശുദ്ധാത്മാ നിങ്ങളോട് നിൽക്കത്തില്ല. And the Holy Spirit will not be with you when you before the minister. Before you go to the church, you go to market and fill the gas and buy stuff. Then the presence of God is not. ഞാൻ ഈവൻ സൺഡേയിൽ എൻ്റെ ചർച്ചിൽ ഈവനിങ്ങിൽ ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഉച്ചയാകും വന്നിട്ട് ഞാൻ അല്പം അത്യാവശ്യം വീട്ടുകാരോടൊക്കെ സംസാരിച്ചതിന് ശേഷം മുറി അടച്ച് കയറിയിരിക്കും. പിന്നെ ഞാൻ ഇറങ്ങി വരുന്നത് വൈകുന്നേരം എനിക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത്, അതായത് 5 മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് ട്രാവൽ ചെയ്യണം. ആ സമയത്ത് ഞാൻ ഇറങ്ങി വരത്തുള്ളൂ. അതിനുശേഷം ഞാൻ വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ 5 മണിക്ക് ഞാൻ മുറിയിൽ നിന്ന് ഇറങ്ങി വരത്തുള്ളൂ. ഞാൻ മുറിയിൽ കയറി കഥ കളയ്ക്കും, പ്രാർത്ഥിക്കും, വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ ഒന്നും ഡിസ്കസ് ചെയ്തില്ല. സ്വിച്ച് പോലും ഓഫ് ചെയ്തേക്കും.
Usually what I do in my life on Sundays afternoon, I shut the door of my prayer room, then I get in the room and pray, and I don't talk to anybody. I turn on the ആര് TV. വിളിച്ചാലും എടുക്കാറില്ല, വൈഫും സംസാരിക്കാറില്ല, പിള്ളേരും സംസാരിക്കും, ഇതെല്ലാം ചർച്ചിന് ശേഷം എന്ന് പറയും, മീറ്റിങ്ങിന് ശേഷം. Shut off all the conversation with my family, my wife, my children. I tell them, I will talk to you after the church, after the. ഈവൻ ഞാൻ കാറ് കയറിയിരിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഇവരുമായിട്ടൊന്നും ഡിസ്കസ് ചെയ്യില്ല. ഞാൻ വൈകി വർഷിപ്പ് സോങ് ഇടാം, വർഷിപ്പ് ചെയ്തിരിക്കാം, ചർച്ചിൽ വരുന്നവരെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കും. Even in the car, I don't talk to anyone. I play the worship songs and I worship in the car. ഈവൻ ചർച്ചയിൽ വന്നാൽ പോലും ആരുമായിട്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, കാരണം നമ്മൾ ഡയറക്റ്റ് ശുശ്രൂഷയ്ക്ക് കയറുന്ന എപ്പോഴും നല്ലത്. Even church, I don't like to talk to anyone before the ministry, and directly I want to get in the. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മിനിസ്ട്രി വെളിപ്പെടുത്തൂ. ഞാനത് പറയുന്നത് വലിയ ട്രൂ കാര്യം. നിങ്ങൾ പോകുന്ന വഴി നിങ്ങളുടെ കണ്ണുകൾ എങ്ങും ഉടക്കാൻ പാടില്ല. നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് പല നിങ്ങൾ ചിലപ്പോൾ ന്യൂസ്, പല എന്താ പറയുന്നത്, ബോർഡുകൾ വായിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പല പിക്ചറുകൾ കണ്ടെന്നിരിക്കും. ഇതൊന്നും നിങ്ങൾ കണ്ണുകൾ ഉടക്കാൻ പാടില്ല, നിങ്ങളുടെ കണ്ണുകൾ. Even when traveling, I'm telling you truth, and I don't focus on any news or billboards or pictures. So you have to be serious about Jesus. കാരണം ഇതെല്ലാം വില കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മിനിസ്റ്റർ ചെയ്യാൻ പറ്റൂ. വില കൊടുത്തെങ്കിൽ മാത്രമേ യേശുവിനെ, പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ കൂടെ നിർത്താൻ പറ്റത്തുള്ളൂ. You have to pay the price to keep Holy Spirit with you. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഞാൻ ചെറിയൊരു മെസ്സേജിലോട്ട് കടന്നിട്ട് നമുക്ക് ദൈവദാസന്മാരുണ്ടതിന് ശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. I'm going to speak to the message now. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു പ്രിപ്പയർ ചെയ്യുന്ന ഒരു മെസ്സേജുകളൊന്നുമല്ല നമ്മൾ പറയുന്നത്. Message I prepared already. പക്ഷെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഒരു 5 മണി തൊട്ട് 5:30 തൊട്ട് ഒരു 4 മണിക്കൂർ ദൈവാത്മാവ് എന്റെ ജോലിയിൽ ഇരിക്കുമ്പോൾ എന്റെ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുവാനിടയായി. Yesterday evening from 5:30 p.m. for 4 hours when I was at work, Holy Spirit has been dealing with me with this message. അതിനുശേഷം ഞാൻ ഇവിടെ വെളുപ്പിനെ 3 മണിക്ക് വന്നതിന് ശേഷം 2-3 മണിക്കൂർ കിടന്നുറങ്ങിയതിന് ശേഷം വീണ്ടും രാവിലെ മെസ്സേജ് ഞാൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആഴങ്ങൾ ദൈവം എനിക്ക് മനസ്സിലാക്കി തരുന്നത്. I slept a few hours after 3 a.m. Then I woke up in the morning and then I meditate the word of God. And that's when I prepared, and the Holy Spirit took me to the depth of the message. നിങ്ങൾക്ക് ആർക്കെന്തെങ്കിലും നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ മെസ്സേജ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, പിന്നീട് കേട്ടാൽ മതി. നമ്മുടെ മെസ്സേജുകളൊക്കെ നിങ്ങൾ പിന്നീട് ഒന്ന് കേൾക്കണം, നിങ്ങൾ നോട്ട് ചെയ്തെടുക്കണം, അങ്ങനെ പഠിക്കാൻ പറ്റുന്നത്. കാരണം പരിശുദ്ധാത്മാവിലുള്ള മെസ്സേജുകൾ നമ്മൾ മുഴുവൻ തരുന്നത്, നമുക്ക് ഫുൾ ഹോളി സ്പിരിറ്റ് ഫിൽ മെസ്സേജുകൾ നമ്മൾ തരുന്നത്. These messages are filled with the Holy Spirit, and this message of the Holy Spirit, it's better you rewind and listen. ഈ ഞാൻ സത്യം പറയട്ടെ, നമുക്ക് ഓരോ സീസണുകളുണ്ട്. We have a season of intervention. ഈ മെസ്സേജുകൾ നാളെ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല, നമുക്ക് ആർക്കും ഉറപ്പില്ല. ഈ മെസ്സേജുകൾ നാളെ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പില്ല. കാരണം ദൈവം ഓരോ സീസണിൽ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുക, അത് നമ്മളത് പ്രാപിച്ചെടുത്തോണം. God and to put us in charge of certain things in a season, so you receive it in that season. ഞാൻ 10 വർഷം മുന്നുള്ള മെസ്സേജുകളല്ല ഇപ്പോഴത്തെ മെസ്സേജുകൾ, മനസ്സിലായി? 5 വർഷം മുന്നുള്ള മെസ്സേജുകളല്ല ഇപ്പോഴത്തെ മെസ്സേജ്. അതുപോലെ നമ്മളെ ഈ മീറ്റിംഗ് തന്നെ നാളെ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഹോളി സ്പിരിറ്റിന്റെ ഗൈഡൻസിൽ മീറ്റിംഗ് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 1.5 വർഷമായിട്ട് മീറ്റിംഗ് പോകുന്നുണ്ട്. നാളെ കർത്താവ് ഷട്ട് ഡൗൺ ചെയ്യാൻ പറഞ്ഞാൽ ഷട്ട് ഡൗൺ ചെയ്തിരിക്കും. അതാണ് എൻ്റെ ഒരു പോളിസി. അതാണ് my policy is just go by the guidance of the Holy Spirit. I don't know this meeting will be tomorrow, but it's all up to the Holy Spirit. ഒരു ട്രഡീഷണൽ മീറ്റിംഗ് അല്ല, പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു മീറ്റിംഗ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് this is not a traditional meeting. These meetings are led by Holy Spirit. ഈവൻ യൂട്യൂബിൽ ഞാൻ മെസ്സേജ് ഇടാൻ തുടങ്ങി 25 years ആയി. പക്ഷെ അന്ന് കർത്താവ് പറഞ്ഞ് യൂട്യൂബിനകത്ത് മെസ്സേജ് ഇടണം. ഞാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കാറ് പോലില്ല, കാരണം കർത്താവ് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നു, മനസ്സിലായി? നാളെ ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യും. I have been putting the messages in YouTube. If Holy Spirit said don't put it, I won't put it. സോ അതാണ് നമ്മൾ പരിശുദ്ധാത്മാവില് ദൈവമക്കളെല്ലാം, പുതിയ നിയമത്തിലെ ദൈവമക്കൾ പരിശുദ്ധാത്മാവിലാണ് പോകുന്നത്. Testament, the believers are guided by Holy Spirit. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്നാ, ചെവിയുള്ളവർ കേൾക്കട്ടെ. Let them, anyone who has ears, let them hear what the Holy Spirit is speaking to the churches. So whoever has ears, let them hear what the Spirit say to the church. അതായത് അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്പിരിറ്റിന് ചെവിയുണ്ട്. Spirit has ears. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ചെവി തുറക്കണം. Then we have to open our ears. നമ്മുടെ ചെവികൾ തുറന്നെങ്കിൽ മാത്രമേ ആത്മാവ് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ മനസ്സിലാകത്തുള്ളൂ. But God has to open our ears, then only we can hear what Holy Spirit speaks. എപ്പോഴും നമ്മുടെ നമ്മുടെ ചെവികളെ അടക്കുവാൻ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കും.
My enemy's tactic is they want to shut our ears. അതിനാണ് നമ്മൾ വചനത്തിൽ കർത്താവ് പറഞ്ഞ ഡം സ്പിരിറ്റ്. It's called dumb spirit. നിങ്ങളായിരിക്കുന്ന എല്ലാവരും പറ, കർത്താവേ എന്റെ ഊമനെയും ചെകിടനുമായ ആത്മാവിനെ ഞാൻ ശാസിക്കുന്നു. Lord, I rebuke my deaf and mute spirit of my spirit. യേശുവിന്റെ നാമത്തിൽ എന്റെ ചെവിക്കുള്ളിൽ, എന്റെ ചെവി എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫിസിക്കൽ ചെവിയില്ല പറയുന്നത്, ആത്മാവിന് ചെവിയിൽ അടച്ചു വെച്ചിരിക്കുന്ന ആ പിശാചിനെ ഞാൻ ശാസിക്കുന്നു, ആ ഡീമിനെ ശാസിക്കുന്നു. I rebuke that spirit which is shutting my ears and the ears of my inner man. Hallelujah. So ബൈബിളിൽ ദൈവത്തിന്റെ പ്രത്യേക ജനമെന്ന് പൊതുവെ ഒരു പ്രത്യേക ഉദ്ദേശത്തിനോ ബന്ധത്തിനോ വേണ്ടി അവൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. We have a special children of God, special people chosen by God. നമ്മൾ ദൈവത്തിന്റെ പ്രത്യേക ജനമാണ്. രണ്ട് കാര്യം ഓർത്തോണം. പ്രത്യേക ജനത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാം. ഒന്ന്, ഒരു പ്രത്യേകമായ ഒരു ഉദ്ദേശത്തിന് വേണ്ടി ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവമായിട്ടൊരു ബന്ധത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നു. We are special people chosen by God, but with a special calling and for a special relationship with God. ഞാൻ നിങ്ങളുടെ സ്പിരിറ്റിനോട് സംസാരിക്കുന്നത്. നിങ്ങളെ എന്തിനു വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാണ്, അതുപോലെ എന്തിനു വേണ്ടിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നതൊക്കെ നിങ്ങൾ തന്നെ എന്താ പറഞ്ഞ ദൂത് ഏറ്റെടുത്തോണം. Now I'm speaking to your spirit, so you have to receive the message, why I am chosen, why I'm called, what purpose I'm called. You have to understand it. നമ്മൾ ദൈവത്തിന്റെ പ്രത്യേക ജനമെന്ന് നമ്മൾ പറയുന്നു, നമ്മൾ പ്രസംഗിക്കുന്നു, നമ്മളെ വിശ്വസിക്കുന്നു. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി നമ്മൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ദൈവമായിട്ടൊരു ബന്ധത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുക. So we are speaking, we are preaching, we are believing that we are special people, but always we have to remember with what purpose I am called, and what relationship I have to have with the. നിങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്കൊരു പേരുണ്ടായിരിക്കും. പക്ഷേ തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് പേരുണ്ടാവും. പക്ഷെ ദൈവം തിരഞ്ഞെടുത്ത് മാറ്റി കഴിയുമ്പോൾ നിങ്ങളുടെ പേരിന് തന്നെ വ്യത്യാസം വരും. When before God called you, you have a name, and after this, God will change your name after calling you. നിങ്ങളുടെ പേരിന് തന്നെ അർത്ഥത്തിന് ദൈവം ചേഞ്ച് ചെയ്യും. God change the meaning of your name. ഹല്ലേലൂയ. അതാണ് ഫസ്റ്റ് നിങ്ങളുടെ ഫസ്റ്റ് കീ. നിങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന്റെ വലിയൊരു എന്താ പറയുക മർമ്മം അതാണ്. എന്താണ്? നിങ്ങളുടെ പേരിന് അർത്ഥവും ദൈവം മാറ്റും. The first mystery of your calling is that God change your name and change the meaning of your name. സോ നിങ്ങൾ നോക്കി, അബ്രഹാം ആയിരുന്നു. അബ്രഹാമിനെ ദൈവം എന്ത് ചെയ്തു? ദൈവം ചേഞ്ച് ചെയ്തു, പേര് ചേഞ്ച് ചെയ്തു. അബ്രഹാമിന്റെ അർത്ഥം ഹൈ ഫാദർ, ടു ഫാദർ ഓഫ് മൾട്ടിറ്റ്യൂഡ് എന്നാക്കി അബ്രഹാം. And God changed when God called Abram, his first name is Abram. God changed him to Abraham, and Abram means exalted father. God changed his name to father of many nations. That is Abraham. അല്ലേ, കണ്ടോ? ചേഞ്ച് ചെയ്ത് കർത്താവ്. നോക്കി, ഞാൻ പറയുന്ന മെസ്സേജ് നിങ്ങൾ ശരിക്കും ഡീപ്പ് മെസ്സേജ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇത് നിങ്ങളുടെ കോളിങ് ഉറപ്പിക്കുന്ന മെസ്സേജാണ്. അതുപോലെ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നതിന്റെ അത് ഉറപ്പിക്കുന്ന ഒരു മെസ്സേജാണ്. എന്ത് ഉദ്ദേശമാണ് ദൈവത്തിന്റെ കോളിങ്, നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ഈ മെസ്സേജിലൂടെ. This message is a deep message. It has a purpose. God is telling you why you are called, how you are. കഴിഞ്ഞ 4 മണിക്കൂർ കഴിഞ്ഞ രാത്രി 4 മണിക്കൂർ ദൈവം സംസാരിച്ച കാര്യം നിങ്ങൾ ഓർക്കുന്ന. ദൈവം 4 മണിക്കൂർ സംസാരിക്കുക. ദൈവം 24 hours സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സ് വെച്ചാൽ നമ്മൾ അതിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് അതിൽ കൂടുതൽ 4 മണിക്കൂറൊക്കെ എനിക്ക് അതിശയം തോന്നുന്നു. കാരണം 4 മണിക്കൂറൊക്കെ ജോലിക്കിടെ കർത്താവ് സംസാരിച്ചിട്ട് നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകാതെ മെസ്സേജ് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അത്ഭുതമായിട്ട് ഞാൻ കാണുന്നത്. I feel it as like a wonder, because during my work 4 hours God has been speaking to me yesterday evening. സോ രണ്ടു നോക്കി, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഫോർമൽ ജേക്കബ് ആയിരുന്നു അല്ലേ. ജേക്കബ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇസ്രായേൽ റീനെയിം ഫ്രം ഡിസീവർ ടു വൺ ഹൂ സ്ട്രഗിൾ വിത്ത് ഗോഡ്. കണ്ടോ, അദ്ദേഹത്തിന്റെ പേര് മാറ്റി. ജാക്കോബിനെ ദൈവം ഇസ്രായേലാക്കി മാറ്റി. And God changed Jacob, whose name was deceiver. God changed his name to Israel, the prince of God. Okay, who struggle with God. അതാണ് അദ്ദേഹത്തിന്റെ മീനിങ് മാറ്റിയത്. കണ്ടോ? So Jacob means he struggles with God. നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ പേര്, ഈ സിസ്റ്ററിന്റെ പേര് ഷീന എന്നായിരിക്കും, നമ്മുടെ പാസ്റ്റർ മാത്യൂസിന്റെ പേര് അതായിരിക്കും. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്പിരിറ്റിനോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ സ്പിരിറ്റിൽ ദൈവം പേര് മാറ്റിയിട്ടുണ്ടാവും. നിങ്ങൾ ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. In your spirit, God must have changed your name. So you may have a physical name,
but I'm not talking about that. But in your spirit, there's a name for you from the presence of God. God is speaking, changing your spiritual name. സോ നിങ്ങൾ നോക്കിയ പീറ്റർ എന്ന് നോക്കിയ പീറ്റർ വാസ് എന്തായിരുന്നു? സിമോൻ അല്ലെ, സൈമൺ ആയിരുന്നു. അദ്ദേഹത്തെ ദൈവം റോക്കാക്കി മാറ്റി. നോക്കി, ജീസസ് റീനെയിംഡ്. ദൈവം, യേശു തന്നെ അദ്ദേഹത്തിന് പുതിയൊരു പേരാക്കി മാറ്റി, റോക്ക്. God changed Simon to Peter, and Peter means rock. God changed him a strong person. നോക്കിയാൽ നിങ്ങൾ തന്നെ നോക്കിയാൽ സ്പിരിറ്റ്, ദൈവത്തിന്റെ സ്പിരിറ്റ് മാറ്റുക. ദൈവത്തിന്റെ ആ പദ്ധതി അതിലോട്ട്, ആ സ്പിരിറ്റിന്റെ അകത്തോട്ട് പദ്ധതി ചെയ്യുന്നത്. God is doing plan in the spirit by changing his name. Okay, റോക്ക് പീറ്ററിനെ എന്താണ് ഫൗണ്ടേഷൻ റോൾ ഹി വുഡ് പ്ലേ ഇൻ ബിൽഡിംഗ് ദ ചർച്ചസ്. ചർച്ച് പ്ലാൻ ചെയ്യാൻ വേണ്ടി, ദൈവത്തിന്റെ സഭകൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ റോക്കാക്കി മാറ്റി. God's plan is establishing in Peter. He became a foundation stone, like he's planting churches. That's how God changed Simon. Even ഭൂമിയിൽ പോലും ജീസസ്, യേശുവ എന്താണ് നെയിംഡ് ബൈ ദ ഏഞ്ചൽ ഓഫ് ഗബ്രിയേൽ. ഗബ്രിയേൽ ആണ് യേശുവിന്റെ പേരിടുന്നത്. ദ ലോർഡ് സേവ്സ് ഹിസ് പർപ്പസ് ഓഫ് ഡെലിവറിങ് ഹ്യൂമാനിറ്റി ഫ്രം സിൻ. നോക്കിയേ, ജീസസ് അല്ലെ, ജീസസിനെ ആരാ? ഗബ്രിയേൽ ആണ് പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ്? Introducing the name of Jesus, that means he's saving people from their sins. Hallelujah. So പോളിനെ പറ്റി ചിന്തിച്ചു നോക്കിയേ, ഈസ് എ ഹംബിൾ ബിക്കമിങ് ആൻഡ് ഡിവോട്ടഡ് സെർവന്റ് ടു ദ ജെന്റൽസ്, ജാതികൾക്ക് വേണ്ടി അവനെ താഴ്ചി ദൈവം മാറ്റി. So God changed Paul to become humble and gentle servant for delivering message to the Gentiles. So ഈ 5 പേര് ഞാൻ പറഞ്ഞു, നിങ്ങളെ എന്തിനാണ് ദൈവം വിളിച്ചിരിക്കുന്നത് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. So I spoke about 5 people, and you make sure why God called you. അടുത്ത സ്റ്റെപ്പിലോട്ട് ഞാൻ കടക്കുകയാണ്. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന ഭയങ്കര റിലേഷൻഷിപ്പിന്. Called you for a relationship with Jesus. ഫ്രണ്ട് എന്ന യേശു തന്റെ ശിഷ്യന്മാരെ പരിചയപ്പെടുത്തിയത്. ഫ്രണ്ട്. God told you're my friends about Jesus. യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് പറയത്തില്ല, എന്റെ പിതാവിനോട് കേട്ടതെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഇനി ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് പറയും. Jesus said, you are no more called servants, because I revealed everything from my Father to you, so you are my friends. See, that's it. ഫാദറിനോട് നമ്മൾ പറയുന്നതും നമ്മൾ ഫ്രണ്ടിനോട് പറയുന്നതും വ്യത്യാസമുണ്ട്. There's a difference between what you share with your father and share with your friend. എന്റെ ഫാദറിനോട് എല്ലാ കാര്യം എനിക്ക് പറയാൻ പറ്റും, ചില കാര്യങ്ങൾ ഒളിച്ചു വെക്കേണ്ടതായിട്ട് വരും. എന്നാൽ എന്റെ ഫ്രണ്ട്സിനോട് എനിക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് പറയാൻ പറ്റും. To my father, I don't speak everything. I hide certain secrets, but to my friend, I can speak anything. അല്ലെ, ചെറുപ്പത്തിൽ കളിച്ചു വളർന്ന് എൻ്റെ കൂടെ നടന്ന കുറെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്. നമുക്ക് 1-2 പേരെ അതിൻ്റെ നമുക്ക് നല്ല സീക്രട്ട് പറഞ്ഞാലും കുഴപ്പമില്ലാത്തവരുണ്ട്. നമുക്ക് അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ചിലർക്ക് എല്ലാവർക്കും ഉണ്ട്, പഠിക്കുന്ന എല്ലാവർക്കും ഉണ്ട് അങ്ങനെ. Some friendship, you can share secrets to them. അതാണ് ജീസസും നമ്മൾ ബന്ധം. ജീസസിനോട് നമുക്ക് എന്തും പറയാം. That is a relationship with Jesus to us. എന്തും യേശുണ്ട്. എൻ്റെ വൈഫിനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ മക്കളോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പോൾ യേശുവിനോട് പറയാം. I can speak anything to Jesus. Sometimes I cannot share with my wife or my children, but I can share with Jesus. കർത്താവ് നമ്മളെ സ്നേഹിതന്മാരാക്കിയിരിക്കുകയാണ്. God changed us to his friends. അപ്പൊ നിങ്ങൾ ദൈവവുമായിട്ട് എന്താണ് ബന്ധം എന്ന് ചിന്തിച്ചു. നിങ്ങൾ സ്നേഹിതം, യേശു നിങ്ങളുടെ സ്നേഹിതനാണോ? Check your relationship with Jesus. Is Jesus your friend? ഹല്ലേലൂയ. അടുത്ത ഒന്ന് ചോസൻ പീപ്പിൾ എന്ന് പറഞ്ഞു. ചോസൻ. Next one is chosen people. തെരഞ്ഞെടുക്കപ്പെട്ട ജനം. ഇത് നമ്മൾ കാണുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ജനം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തെയാണ് നമ്മൾ കാണുന്നത്. We see the chosen people are Israel people. ജൂതന്മാരെയാണ് കാണുന്നത്. There's a Jewish people. എന്നാൽ യേശുക്രിസ്തുവിലുള്ള എല്ലാ വിശ്വാസികളെയും ദൈവം തിരഞ്ഞെടുത്തതാണ്. But all the believers in Jesus is chosen by God. നമ്മളെല്ലാം കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. God chosen all of us. ഇനി തെരഞ്ഞെടുക്കപ്പെട്ട അനേകരുണ്ട്, പക്ഷെ വിളിക്കപ്പെട്ടവരോ ചുരുക്കമുണ്ട്. There many are called, but only few are chosen. കർത്താവ് പറഞ്ഞ സഭയിൽ അനേകർ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ വിളിക്കപ്പെട്ട ഒരുപാട് പേരെ വിളിക്കുന്നുണ്ട് കർത്താവ്. പക്ഷെ അതിൻ്റെ അകത്ത് ചിലരെ മാത്രമേ ചോസ് ചെയ്യത്തുള്ളൂ. But only few are chosen. നിങ്ങൾ അങ്ങനെ ഒരാളാണോ എന്ന് രാത്രി ചിന്തിച്ചു നോക്കണം. നിങ്ങൾ അങ്ങനെ ഒരാളാണോ ചിന്തിച്ചു നോക്കണം. Chosen person. ഹല്ലേലൂയ. ഇനി അടുത്തൊരു ഒരു കൂട്ടരാണ് അസാധാരണമായ വിശ്വാസത്തിനും ഭക്തിക്കും പേരുകേട്ടവർ.
The second group is they have outstanding faith and godliness. ചിലരെ വിളിക്കുന്ന അസാധാരണമായ വിശ്വാസത്തിന് വേണ്ടിയും ഭക്തിക്ക് വേണ്ടി Godliness and outstanding faith. നോക്കി, അബ്രഹാം സാക്രിഫൈസ് ഇസഹാക്ക് അല്ലെ, ട്രസ്റ്റിംഗ് ഗോഡ്സ് പ്രോമിസ്. ജെനസിസ് 22 നമുക്ക് കാണാൻ പറ്റും. In Genesis 22, we see Abraham offered his own son, only son whom he loves, as a sacrifice. അസാധാരണമായ വിശ്വാസം. This is unnatural faith. ഹല്ലേലൂയ. ഡാനിയേൽ നോക്കിയേ, പ്രേയർഡ് വിത്തൗട്ട് സീസിങ്. എല്ലാ പ്രോസിക്യൂഷൻ വരുമ്പോഴത്തേക്ക് അദ്ദേഹം യെരുശലേമിന്റെ വാതിൽ തുറന്നത് പ്രാർത്ഥിക്കുവാനിടയായി. ആരെല്ലാം ഷട്ട് ഡൗൺ ചെയ്താൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു വീരനായിരുന്നു. So you know, Daniel, he opened his window to Jerusalem and is praying no matter whatever problems, adversities he was facing. എലീശയെ നോക്കി, എലിയാവിനെ നിങ്ങൾ നോക്കിയേ, ചലഞ്ചഡ് ഇസ്രായേൽ ടു ചൂസ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ബാൽ. നോക്കിയേ, ബാലിനോട് എപ്പോഴും യുദ്ധം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എലിയാവ്. Look at Elijah, he was constantly in war with the Baal. നിങ്ങൾ മേരിയെ പറ്റി നിങ്ങൾ ചോദിച്ചു, സഹോദരിമാരിലെ മേരിയെ പറ്റി ചിന്തിച്ചു നോക്കിയേ. അനോയിന്റഡ് ജീസസ് വിത്ത് കോസ്റ്റ്ലി പെർഫ്യൂം. അവക്കുള്ള സകലത്തിന്റെയും ഏറ്റവും നന്മ ഉള്ള ജീസസിന് കൊടുക്കുവാനിടയായി, ഏറ്റവും വില കൂടിയുള്ള ജീസസിന് കൊടുക്കുവാനിടയായി. Magdalene, look at her, she anointed Jesus' head with a costly perfume. ഓക്കെ, അപ്പോൾ ഈ കർത്താവ് വിളിച്ച് ഭക്തിയുള്ളവരും വിശ്വാസമുള്ളവരെ പറ്റി കർത്താവ് പറയുന്നുണ്ട്. And God is speaking about people of faith and people of godliness. അപ്പൊ ഇത് നമ്മളൊന്ന് ചിന്തിച്ചോണം, നമ്മൾ ഇതിന്റെ അകത്ത് ഏത് കാറ്റഗറിയാണ് ചിന്തിച്ചോണം. We have to pay attention which category you belong to. ഇനി ദൈവത്തിന് പ്രത്യേകമായ ജനവിഭാഗങ്ങളുണ്ട്, പ്രത്യേകമായ അവരെ തന്നെ പ്രത്യേകമായി പട്ടിക അടുത്തിരിച്ചിട്ടുണ്ട്. സോ ദ പ്രൈമറി കാറ്റഗറി ഓഫ് ഗോഡ്, സ്പെഷ്യൽ ആൻഡ് പീപ്പിൾ ഇൻക്ലൂഡ് എന്ന് പറയുന്നത് അത് പറയുന്നത്. പ്രത്യേക ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ട്. ഹല്ലേലൂയ. അതാണ് നമ്മൾ കാണുന്നുണ്ട്, ചോസൻ പീപ്പിൾ, ഇസ്രായേല്. അബ്രഹാമിനെ വിളിക്കുന്നുണ്ട്, ഇസഹാക്കിനെ വിളിക്കുന്നുണ്ട്, ജാക്കോബിനെ വിളിക്കുന്നുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട ജനത, തിരഞ്ഞെടുക്കപ്പെട്ട ജനത. അതാണ് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. സോ അവരുടെ പിൻഗാമികളെ ദൈവം വലിയ സ്വത്തായിട്ട് കാണും. And it's a treasured position. Their children, their descendants are a treasured position. അവരെ ജനങ്ങൾക്ക് പ്രകാശമായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുക. And they are the light of the people. അതാണ് അവിടുത്തെ പുസ്തകത്തിന്റെ ആരെങ്ങൾ കാണുന്നത്. That's it. We see the relationship with Jesus. പിന്നെ കുറച്ച് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്, പുരോഹിതന്മാരെ തിരഞ്ഞെടുക്കുന്ന ലേവ്യര്. And we know the priest of the Old Testament. അത് ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിനും ആരാധനയിൽ ജനത്തെ നയിക്കുന്നതിനുമായി വേർതിരിക്കപ്പെട്ട ലേവി ഗോത്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. So Levites are chosen people God called for a special purpose to minister God and to worship God. അപ്പോൾ ശുശ്രൂഷകരെ കുറിച്ച് പറയാണ്, ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിനും ആരാധനയിൽ ജനത്തെ നയിക്കുന്നതിനുമായി വേർതിരിക്കപ്പെട്ട ജനം. They're set apart people for ministry, minister God and worship God, and guide people to minister worship. നമ്മൾ പുതിയ നിയമത്തിലൂടെ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ജനം, പുതിയ നിയമ വിശ്വാസികൾ, New Testament people, the believers, they are God's chosen people. അപ്പോൾ യേശുവിനെ അനുഗമിക്കുന്ന ജനം, the one who follows Jesus. അപ്പൊ പുതിയ നിയമത്തില് പ്രത്യേകത എന്താണെന്ന് അറിയാം, പശ്ചാത്തലം നോക്കാതെ യേശുവിനെ അനുഗമിക്കുന്ന ഏതൊരാളിനെയും ഉൾപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് പദവി തന്നു. So God gave us the position so to follow Jesus without looking at the circumstances. അതിനാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, തിരഞ്ഞെടുക്കപ്പെട്ട വംശം, your chosen generation, രാജകീയ പുരോഹിത വർഗം, you are the priestly generation, വിശുദ്ധ വംശം. 1 പത്രോസ് 2:9. സോ ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത്, യേശു നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്താണ്? രാജകീയ പുരോഹിത വർഗമായിട്ട്, വിശുദ്ധ വംശമായിട്ടാണ്. royal people, royal priesthood, a holy nation, chosen generation. 1 പത്രോസ് 2:9 വായിക്കുന്നു. Amen. 1 Peter 2:9. You are a chosen generation, royal priesthood, holy nation, a peculiar people. ഇനി കർത്താവിനോട് ഇന്നലെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇൻ ദ ചർച്ച് 7 സ്പെസിഫിക് ചർച്ചുകളുണ്ട്.
there are 7 specific churches. നമ്മൾ റിവലേഷനിൽ വായിക്കുന്ന 7 ചർച്ചുകളോട് ദൈവം ദൂത് പറയുന്നുണ്ട്. In Revelation, God is speaking to 7 churches in book of അപ്പൊ Revelation. ഞാൻ കർത്താവ് 7 ചർച്ചകളുടെ ദൂത് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ കർത്താവ് അതല്ല, ഒരു ചർച്ചിൽ തന്നെ 7 ചർച്ചകൾ ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞു. മനസ്സിലായോ? ഒരു ചർച്ചിൽ തന്നെ 7 ഗ്രൂപ്പുകൾ. അത് ചർച്ചയായിട്ട് കർത്താവ് വേർതിരിക്കുവാനിടയായി. God said in even one church, there are 7 groups in one church. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് പിടികിട്ടുന്ന മനസ്സിലാവും. I hope you understand what. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ചർച്ചിൽ 1000 പേരുണ്ടായിരിക്കട്ടെ. അതിൻ്റെ അകത്ത് നിങ്ങളുടെ ചർച്ചിന്റെ പേര് എ അല്ലെങ്കിൽ എ. ഓക്കെ, ആ ചർച്ചിന്റെ അകത്ത് ഈ റെവലേഷന്റെ അകത്തുള്ള എല്ലാ ചർച്ചുകളും ഉണ്ട്. So suppose your church may have 1000 people. You name that church, Church A, and in that Church A, you can see 7 groups of people, which is mentioned in the book of Revelation, the churches. അപ്പൊ നിങ്ങളുടെ എ എന്ന ചർച്ചിന്റെ അകത്തോട്ട് എഫോസോസിൽ ഒരു ചർച്ചുണ്ട്. എഫോസോസിൽ ദൂത് കൊടുത്ത ചർച്ച് അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. എഫോസോസിലെ ചർച്ചിന് ദൈവം ദൂത് കൊടുക്കുന്നുണ്ട്. ആ ചർച്ച് അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്ന വിചാരിക്കുന്നു. God is giving message to Ephesus, and the people with that message, fit for that message, Ephesus church is in that church. അപ്പൊ നിങ്ങൾ അത് പിന്നീട് വായിച്ചാൽ മതി. നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. ഞാനിപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വായിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. ആ പോർഷൻ വായിച്ചാൽ മതി നിങ്ങൾക്ക്. അതായത് Revelation chapter 1, 2 or 3. നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. അതായത് Verse 4. Nevertheless, I am somewhat against thee, because thou hast left thy first love. അതിന്റെ മെയിൻ പോയിന്റുകൾ ഇതാണ്. അതിൻ്റെ അകത്ത് 2, 3, 4 വാക്യങ്ങളൊക്കെ മെയിൻ പോയിന്റുകളാണ് കാണുന്നത്. അതായത് ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരില്ലാതിരിക്കാൻ ഞാൻ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. ഉണ്ടോ? അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ കർത്താവ് പറയുന്നത്, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ് എന്നെ ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. കണ്ടോ? അതിപ്പോൾ ഒരു സഭയ്ക്കുള്ളിൽ ഉള്ള അടുത്ത സഭയാണത്. കണ്ടോ? എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ് എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. Yes, God speaks that chapter 2, verse 2, 3, 4. I know thy works, thy labor, thy patience, how you cannot bear them which are evil, and thou hast tried them which they say the apostles and are not. നീ ഏതിൽ വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. മനസ്സിലായോ? And verse 4 and 5 says, nevertheless I have somewhat against thee, because thou hast left thy first love. Remember therefore from whence thou art fallen, repent and do the first works. അത് നിങ്ങൾ ഏഴാം വാക്യം വരെ വായിച്ചാൽ അതിന്റെ ആഴങ്ങൾ കിട്ടും. You can get the depth of the portion once you read up to. അടുത്ത ഈ വലിയ ചർച്ചിന്റെ അകത്ത് അടുത്തൊരു സഭ ഇരിപ്പുണ്ട്, സ്മർണോയിലെ സഭ. Second church is called Church of Smyrna. അതിന്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ 9, 10 വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കണം. You have to read verse 9 and 10, chapter 2 of Revelation. Then chapter 10, verse 10 says, fear none of those things which thou shalt suffer. Behold, the devil shall cast some of you into prison. അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായ മരണങ്ങളും ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ മരണകരമായ നീ മരണപര്യന്തം നീ വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ നിനക്ക് ജീവകിരീടം തരും. You must be faithful unto death, then I'll give thee a crown of life. അടുത്ത സഭയ്ക്ക് ദൈവം ദൂത് പറയുമ്പോഴത്തേക്ക് 2-ാം അധ്യായത്തിന്റെ 12 മുതൽ 17 വരെ വാക്കുകൾ വായിച്ചു നോക്കാം. പെർഗമോസിലെ സഭയുടെ ദൂതിന് എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾ അവിടെ വായിച്ചു നോക്കണം കേട്ടോ. എന്നാലും നിങ്ങൾക്ക് അതിന്റെ ആഴങ്ങൾ പിടികിട്ടത്തുള്ളൂ. ഇതെല്ലാം ഓരോ മെസ്സേജുകളാണ്, പക്ഷെ ഞാനത് പോയിന്റ് മാത്രം പറയുന്നുള്ളൂ, പിന്നെ വായിച്ചാൽ മതി. I'm only saying the points, then you read it later. ഹല്ലേലൂയ. അവിടെയും മാനസാന്തരപ്പെടുവാനാണ് കർത്താവ് പറയുന്നത്. Then God tell them repent, or else I'll come unto thee quickly and I will fight against them with the sword of God. അതായത് ഉപദേശത്തിനെതിരെ ദൈവത്തിന്റെ വചനത്തിന്റെ ഉപദേശത്തിന് ഈ ബാലാക്കിനെ പോലെയൊക്കെ ഉപദേശിക്കുന്നവർ അതിൻ്റെ അകത്തുണ്ട്. അതാണ് കർത്താവ് പറയുന്നത്. ദുർനടപ്പ് നടത്തുന്നവരും ദുർനടപ്പ്, വിഗ്രഹാർപ്പിതം, അങ്ങനെയൊക്കെ പല രീതിയിൽ ഉപദേശ പെശകുള്ള ഒരു സഭയ്ക്കകത്തുണ്ട്. അവർ മാനസാന്തരപ്പെടുമെന്ന് കർത്താവ് പറയുന്നത്.
themselves, those people with the wrong doctrine, like Dr. Balaam and Balak with the stumbling block and like adultery and idolatry, and all those things are in the church, so they have to repent. അതുപോലെ തുയരതയിലെ സഭയ്ക്ക് ഇരുന്ന് എന്താണ് അവിടെയും കാണുന്നുണ്ട്, നീ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും അവർ പ്രവാചകയെ പറ്റി കുറ്റം പറയുന്നുണ്ട്. In church of Thyatira, God is speaking to a prophetess. She's living in fornication, and God is telling her, you have to repent. അവിടെ പറയുന്നത് എന്താണ്? നീ ഇസബേലാണ്, you are with the spirit of Jezebel. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നേ പറ്റുള്ളൂ. You have to repent and come back. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അവിടെ കർത്താവ് പറയുന്നത് അവളെയും അവളുടെ മക്കളെയും കൊന്നുകളയെന്ന് പറയുന്നത്. She says, because she committed adultery, I will kill her children and her. Praise God. അതുപോലെ റിവലേഷൻ 3:1 മുതൽ 6 വരെ വായിക്കുമ്പോഴത്തേക്ക് അടുത്ത സഭയോട് ദൈവം ദൂത് പറയുന്നുണ്ട്. Revelation chapter 3 verse 1 through 6 is speaking to next church of Sardis. അവിടെയും പറയുന്നുണ്ട് എന്താണ്? നീ മരിച്ചവനാകുന്നു അല്ലെ, ഉണർന്നു കൊള്ളുക. Yes, you be watchful and strengthen, which may remain that you are ready to die, for I have not found thy works perfect. നിനക്ക് ദൈവസന്നിധിയിൽ നിനക്ക് എന്നെ പൂർണ്ണനായി കണ്ടില്ല. I did not see you perfect before God. എങ്കിലും അവിടെ മലിനമാകാത്ത കുറച്ച് പേര് അവിടെ ഉണ്ട്. There are some people who are undefiled by the sins of. അതുപോലെ ഫിലദൽഫിയ ചർച്ചിനോട് പറയുന്നത് റിവലേഷൻ 3:7-13 പറയുന്നത് എന്താണ്? And 3 verse 7 through 13. Verse 8 says, I know thy works. Yeah. Thank you, Jesus. നിങ്ങളാ വാക്യങ്ങൾ പിന്നെ വായിച്ചാൽ മതി. അപ്പം അതുപോലെ റെവലേഷൻ 3:14 മുതൽ 22 വരെ വാക്യങ്ങൾ അടുത്ത ചർച്ചിനോട് പറയുന്നുണ്ട്. അത് നിങ്ങൾ വായിക്കണം. അവിടെ പറയുന്നത് നിങ്ങളുടെ പ്രവൃത്തി അറിയുന്നു അല്ലെ, നീ ഉഷ്ണമാനുമല്ല ശീതമാനുമല്ല. Because you say I'm rich and increase, you're lukewarm, neither cold nor hot. I'll spew thee out of my mouth. അപ്പൊ നിങ്ങൾ ഇതെല്ലാം ഒരു ചർച്ചിന്റെ അകത്തുള്ള ആൾക്കാരെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. This all kind of people are in one church, and that's ഒറ്റ ചർച്ചിന്റെ അകത്തുള്ള ഇത്രയും പേര്, ഒറ്റ ചർച്ചിന്റെ ആൾക്കാർ, പല ടൈപ്പ് ആൾക്കാരാണ് ചർച്ചിന്റെ അകത്തുള്ളത്. Different types of people in one church. ഹല്ലേലൂയ. ഇനി ചർച്ചിന്റെ അകത്ത് തന്നെ 5-fold ministries ഉണ്ട്. And in the church there are 5-fold ministers. കർത്താവ് പലരെയും ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. God set apart people for his ministry. കർത്താവ് അപ്പോസ്തലന്മാരെ വേർതിരിച്ചിട്ടുണ്ട്, പ്രവാചകന്മാരെ വേർതിരിച്ചിട്ടുണ്ട്, ഉപദേഷ്ടാക്കന്മാരെ വേർതിരിച്ചിട്ടുണ്ട്, പാസ്റ്റേഴ്സിനെ വേർതിരിച്ചിട്ടുണ്ട്, ടീച്ചേഴ്സിനെ വേർതിരിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. God set apart people for apostles, pastors, prophets, teachers, and evangelists. So we have to make sure who we are in Christ. അപ്പോസ്തലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സ്ഥലത്ത് പോയി മിഷനറികൾക്ക് പോലെ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ പുതിയ പ്രവർത്തനം ആരംഭിച്ച് അവിടുത്തെ ഭാഷ പഠിച്ച് അവിടെയുള്ള പുതിയ ആൾക്കാരുടെ സുവിശേഷം പറഞ്ഞ് അവരെ രോഗശാന്തി വരുത്തി സഭ സ്ഥാപിച്ചെടുത്ത് അടുത്ത ആളെ ഏൽപ്പിച്ചിട്ട് പോകുന്ന അപ്പോസ്തലന്മാർ ചെയ്യുന്നത്. As an apostle, you have to go to a new place, you learn language there, you establish the church there, then you put this church in charge of somebody else, and you leave from there. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ഒരു പ്രസ്ഥാനത്തിന്റെ മുകളിൽ ഇരിക്കുന്ന ആൾ അപ്പോസ്തലനല്ല. This apostle is not sitting on the top of a institution. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ദൈവത്തിൽ നിന്ന് കംപ്ലീറ്റ് മെസ്സേജ് കിട്ടി അദ്ദേഹം ദൈവമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷനിലായിരിക്കണം. ദൈവത്തിന് നല്ല ആഴങ്ങൾ അറിഞ്ഞിരിക്കണം. കമ്മ്യൂണിക്കേഷൻ ദർശനത്തിലൂടെയോ സ്വപ്നത്തിലൂടെയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ദൈവമായിട്ട് എപ്പോഴും സംസാരിക്കുന്ന ആളാകണം. അത് ജനത്തിനും ദേശത്തിനും വിളമ്പി കൊടുക്കണം. Prophet means he received, so always in constant communication with God. He received from God, then he has a knowledge of word of God, and he has visions and revelations. Then he sent the message to the people of the community or church. പ്രവചന ശുശ്രൂഷയും പ്രവാചകനും വ്യത്യാസമുണ്ട്. Prophet is different. Prophetic ministry is different. പ്രോഫറ്റിക് മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ദൈവം തരുന്ന ഗിഫ്റ്റാ. പക്ഷെ പ്രവാചകൻ വേറെയാ. Prophetic ministry is a gift from God to everybody, but prophet is different. നമ്മളെല്ലാവരും പ്രവാചകൻ പക്ഷെ എല്ലാവരും പ്രവാചകന്മാരല്ല. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് ദൂത് പറയണം, വ്യക്തികളോട് ദൂത് പറയണം, രാജാക്കന്മാരോട് ദൂത് പറയണം, രാജ്യങ്ങളോട് ദൂത് പറയണം. A prophet means he will deliver message to kings and people and church and everybody. തല പോകാൻ അദ്ദേഹത്തിന് പേടി കാണത്തില്ല. He's not afraid of his own life. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഓരോ ശുശ്രൂഷയുള്ള ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. So God made us in charge of
different ഞാൻ ഈ ministers. ചർച്ചകളിലെല്ലാം ഈ എന്താ പറയുന്നത് ഈ ടീച്ചേഴ്സിനെ കാണുന്നുണ്ട്. പക്ഷെ അവരുടെ കുഴപ്പമെന്ന് വെച്ചാൽ അവരെല്ലാം ആത്മാവിനെതിരെ സംസാരിക്കുന്നു. I haven't seen teachers in the churches, but they majority speaking against the Holy Spirit. ഒന്നെങ്കിൽ ദൈവദാസന്മാർക്കെതിരെ സംസാരിക്കുന്ന അല്ലെങ്കിൽ ആത്മാവിനെതിരെ സംസാരിക്കുന്നവരാണ്. വചനം അറിയാം, പക്ഷെ വചനത്തിന്റെ ആ അക്ഷരങ്ങൾ മാത്രമേ അവരെ അറിയത്തുള്ളൂ. അവർക്ക് ആത്മാവിന്റെ ആഴങ്ങൾ അവർക്ക് അറിയത്തില്ല. They don't know the teachers doesn't know the depth of the Holy Spirit. They speak against God, speak against Holy Spirit. എന്നാൽ അവർ ആത്മാവിന്റെ ആഴങ്ങളും ദൈവത്തിനും ആഴങ്ങളും അറിയാമെങ്കിൽ എത്ര നല്ലതായിരുന്നു, സഭ എത്രമാത്രം വളർന്നേനെ. And if they know the depth of the Holy Spirit and the Word of God, the church will grow. ഹല്ലേലൂയ. സോ ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരോടും സുവിശേഷം പറഞ്ഞിരിക്കണം. സഭ മാത്രമല്ല, നിങ്ങൾ കാണുന്നുള്ള എല്ലാം സുവിശേഷം പറഞ്ഞിരിക്കണം. Evangelists means they spread the gospel everywhere. അവർക്ക് ഭയങ്കര ബേർഡൻ ആയിരിക്കും, എപ്പോഴും അവർക്ക് ആത്മാക്കളെ കുറിച്ചുള്ള ബേർഡൻ ആയിരിക്കും. They will be burdened about the souls. അപ്പൊ നിങ്ങൾക്ക് ആത്മാക്കളെ കുറിച്ചുള്ള വലിയ ബേർഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങളെ സുവിശേഷീകരണത്തിന് നിങ്ങൾ വിളിച്ചിരിക്കാം. And if you have a big burden about the winning souls, that means God called you as an evangelist. നിങ്ങൾ സഭയെക്കുറിച്ച് നിങ്ങളുടെ ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് ബേർഡൻ ഉണ്ടെങ്കിൽ നിങ്ങളെ പാസ്റ്ററായിട്ട് ദൈവം വിളിച്ചിരിക്കുക. If you have a burden for the church members, that means you are a pastor. ഹല്ലേലൂയ. നിങ്ങളെ ഒരു പ്രവാചകനാണെന്ന് വെച്ചാൽ ദേശത്തോടും രാജ്യങ്ങളോടും വ്യക്തികളോടും രാജാക്കന്മാരോടും എല്ലാം പ്രവചിക്കുന്ന വ്യക്തിയായിരിക്കണം. പക്ഷെ ഭയങ്കര അത് ഈസി അല്ല. ശരിക്കും മനുഷ്യന്റെ യിരെമ്യാവിനെ കണ്ടിട്ടില്ലേ, പുള്ളി പിടിച്ച് പൊട്ടക്കുഴിയിടും. So if you're a prophet, you will prophesy to kings, people, nation, but it's not an easy job. They may, like Jeremiah, they may put you in the well or jail, or you will be persecuted. തല പോകുന്ന നമ്മൾ അറിയത്തില്ല, വാളി ചിലപ്പം തലയുടെ മുകളിൽ പോകും. Sometimes you are under the sword of people to kill you. Hallelujah. So the 12 apostles-നെ പിന്നെ കർത്താവ് വിളിക്കുവാനിടയായി. And then God called 12 apostles. അവരെ വിളിച്ചിരിക്കുന്നത് സുവിശേഷം പ്രചരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. They called them to spread the gospel of the world. കർത്താവ് ഏറ്റവും അടുത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിരുന്നു തന്റെ ശിഷ്യന്മാർ. And they are very close to Jesus, and God chosen them as his son. അതിന്റെ അകത്തുനിന്ന് ദൈവം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. And there's again an inner circle of Jesus. നോക്കിയേ, 12 പേരിൽ അതിന്റെ അകത്തുനിന്ന് വീണ്ടും 12 പേരിൽ അവരുടെ അകത്തുനിന്ന് പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. Out of the 12 apostles, God has another an inner circle group. നോക്കിയേ, നമ്മുടെ ആ തെരഞ്ഞെടുപ്പിന്റെ ആഴങ്ങളെ ഞാൻ പറഞ്ഞു തരുന്നത് മനസ്സിലായോ? I'm talking about the depth of that church. 70 ശിഷ്യന്മാർ ഇതിന്മേൽ കർത്താവ് തിരഞ്ഞെടുക്കുവാനിടയായി. So God has 70 disciples. അതിനുശേഷം അനേക അനുയായികൾ കർത്താവിനുണ്ടായിരുന്നു. Then God has a lot of people following him, a lot of followers. സഭയെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മീയ കുടുംബമാണ്. Church means God's family, spiritual family. നിങ്ങൾ പിന്നീട് നിങ്ങൾ ചിന്തിച്ചു നോക്കിയ വിശ്വാസ വീരന്മാരെ കുറിച്ച് കർത്താവ് പറയാനിടയായി. Then God spoke about the mighty men of faith. വിശ്വാസത്തിന്റെ കലവറ എന്ന കർത്താവ് പറയുന്ന ഹാൾ ഓഫ് ഫെയ്ത്ത്. There's a hall of faith. അതായത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണാൻ പറ്റും. That's in Hebrews chapter 11. അവർ അസാധാരണമായ വിശ്വാസത്തിൽ നടന്ന കർത്താവ് പറഞ്ഞത്. They had a supernatural faith, extraordinary faith. ആബെൽ, ഈനോക്ക്, നോഹ പലരും വിശ്വാസികളായിരുന്നു. There's Abel, Noah, Enoch, Abraham, and all those people. റഹാബ്, ഗിദിയോൻ, സാംസൺ, ഒരുപാട് പേര് കർത്താവ് വെളിപ്പെടുത്തുവാനിടയായി. God revealed a lot of people, Rahab, Gideon, Samson, and a lot of people. ഡേവിഡ്, സാമുവേൽ, അങ്ങനെ ഒരുപാട് പേര് കർത്താവ് വിശ്വാസ വീരന്മാരായിരുന്നു അവര്. And David, Samuel, they are all included in it. ഹല്ലേലൂയ. പിന്നെയാണ് കർത്താവ് സ്പെഷ്യൽ സെർവൻസ് ആൻഡ് പ്രോഫിറ്റ്സ്, പ്രത്യേക ശുശ്രൂഷകന്മാരും പ്രവാചകന്മാരും കർത്താവ് എന്നുണ്ടെന്ന് പറഞ്ഞു. Then God has special servants and prophets. കേട്ടോ, നോക്കണം, സ്പെഷ്യലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകന്മാരും പ്രവാചകന്മാരും അല്ലെങ്കിൽ പ്രവാചകന്മാരും. God has special servants and prophets. അതെന്തിനാണ് ഞാൻ കർത്താവ് അതെന്തിനാ അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ്? I asked God, why you have another group like that? കർത്താവ് പറഞ്ഞത് പ്രത്യേകമായ ദൗത്യങ്ങൾക്ക് വേണ്ടി അയക്കുന്നവർ. They're for a particular work. God sent them. പ്രത്യേകമായ ചില ദൗത്യങ്ങൾക്ക് വേണ്ടി ചിലരെ അയക്കും. അത് ആ സമയത്ത് കർത്താവ് അഭിഷേകം ചെയ്യും, പ്രത്യേകമായ ശുശ്രൂഷകന്മാരും പ്രവാചകന്മാരും. So they are for special duty from God. ഹല്ലേലൂയ. അതാണ് ഈ പ്രവാചകന്മാർ എലിയാവ്, എലീശ, യെശയ്യാവ്, യിരെമ്യാവ്, ഭയങ്കര ശക്തന്മാരായ ദൂതന്മാര്.
So we see Elijah, Prophet Elijah, Elisha, Isaiah, Jeremiah, Ezekiel, Daniel. They all are mighty prophets of God. ഹല്ലേലൂയ. വീണ്ടും കർത്താവ് പറഞ്ഞു ചില കീ പോയിന്റുകളുണ്ട്. പ്രധാന വ്യക്തികളായിരുന്നു സ്ഥാപക യോഹന്നാൻ. And there was a key people. That's one is John the Baptist. അതായത് യേശുവിന്റെ മുൻഗാമിയായിട്ട് വന്നതാണ്. And he was a forerunner of Jesus. അതുപോലെ കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്തതാണ് അമ്മയായ മറിയം. The same thing like Mary, the mother of Jesus. മേരി ഈസ് എ പവർഫുൾ ലേഡി ആയിരുന്നു കർത്താവ് പറയുന്നത്. Mary was a powerful lady. 14-15 വയസ്സുള്ളപ്പോഴേ കർത്താവ് തിരഞ്ഞെടുക്കും. പക്ഷേ അദ്ദേഹത്തിന്റെ പക്വത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-80 അല്ലെങ്കിൽ 70 വയസ്സുള്ള ഒരാളുടെ പക്വത ഉണ്ടായിരുന്നു ആ സഹോദരിക്ക്. She was 14 or 15, but she had the maturity of 80 or 90-year-old person. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രായം 30 ആയിരിക്കും, ചിലപ്പോൾ 40 ആയിരിക്കും, 50 ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് പക്വത ദൈവം വർദ്ധിപ്പിച്ചു തരും. Maybe your age may be 30, 40, but God will increase your spiritual maturity. ഞാൻ ഞാൻ ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സിനെ ഒന്നും കുറ്റം പറയുന്നത്, അനേക ഡോക്ടേഴ്സിനോട് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സിനോട് അല്ലെങ്കിൽ പ്രൊഫസേഴ്സിനോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് എന്താ പറയുന്നത്, അവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അവർക്ക് ആ പ്രൊഫഷണൽ ലെവലിൽ അവർക്ക് പക്വതയും അറിവുമുണ്ട്. പക്ഷേ അവർക്ക് മറ്റു ലോകങ്ങളിലോട്ട് അല്ലെങ്കിൽ ഈവൻ ദൈവത്തെ പോലും അവർക്ക് ശരിക്കും അറിയത്തില്ല. Doctors, engineers, professors, but they, in their world, in their level of work, yes, they are mature, but they don't know God, and they're not mature in any other areas of their life. ഹല്ലേലൂയ. അപ്പോൾ എന്താ പറഞ്ഞ ഒരു പക്വത, ഒരു ദൈവം എപ്പോഴും ദൈവം പക്വതയിലോട്ട് കൊണ്ടുപോകും. God will guide his people to spiritual maturity. മറിയം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിസ്ഡം നിറഞ്ഞ ഒരു സഹോദരിയായിരുന്നു മറിയം. Mary, mother of Jesus, she was a woman of wisdom. ഹല്ലേലൂയ. ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യട്ടെ. അടുത്ത് നമ്മളൊരു കുറച്ചു നേരം പ്രാർത്ഥിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ കോളിംഗ് എന്താണെന്ന് മനസ്സിലാണ്. അതാണ് എന്റെ ഉദ്ദേശം, അതാണ് ഈ മെസ്സേജിന്റെ ഉദ്ദേശം. Today I am stopping here, then we can pray, so we will understand what's my calling. കാരണം ഇതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് പിന്നീട് സംസാരിക്കാം. കാരണം ഇത് മുഴുവൻ പറയാൻ സമയമില്ല, നിങ്ങൾക്ക് ഗ്രഹിക്കാനും പറ്റത്തില്ല. അത് കുറേശ്ശെ അടർത്തി നമുക്ക് ഓരോ സബ്ജക്റ്റായിട്ട് സംസാരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. We can speak later, like one by one, but then only you can understand what I'm speaking. ഹല്ലേലൂയ. ഏകദേശം കുറെ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് മനസ്സിലാവുന്നു. നമ്മൾ അടുത്ത 10-20 മിനിറ്റ് നമ്മൾ എന്താണ് നമ്മുടെ കോളിംഗ് എന്നാന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കാം. നമ്മൾ കർത്താവോട് പറഞ്ഞ, കർത്താവെ നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുവോ, നിങ്ങളുടെ ഭാഷകളിൽ സംസാരിക്കുവോ, കർത്താവിൻ്റെ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എൻ്റെ കോളിങ് എനിക്കൊന്ന് മനസ്സിലാക്കി, എന്നെ ഒന്ന് ഉറപ്പിക്കണം. എൻ്റെ കോളിങ് എന്നാണ്, എൻ്റെ കോളിങ്. ആ കോളിങ് നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ വരണം. പരിശുദ്ധാത്മാ നിങ്ങളുടെ കോളിങ് ആ വിത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ ഇട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ പറ്റത്തുള്ളൂ. So next 10 to 20 minutes we're going to worship. Then you ask God, Lord, tell me and make me understand what is my calling. Make me understand. So and establish me in my calling. Put that seed inside me, the seed of my calling inside me. കർത്താവിനെ ഞാൻ ചോദിച്ചു, കർത്താവ് കോളിങ്ങിന്റെ പുറത്ത് പോയില്ലെങ്കിൽ എന്താ സംഭവം? കോളിംഗ് അനുസരിച്ച് പോയില്ലെങ്കിൽ എന്താ കുഴപ്പം? What happens if you don't go with your calling? കാരണം കോളിംഗ് എല്ലാവർക്കും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സുവിശേഷം അല്ലെ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോകല്ലോ. നമുക്ക് എല്ലാവരും ദൈവം വിളിച്ചിരിക്കുന്ന വിശ്വാസികളായിട്ട് കർത്താവിനെ പ്രഘോഷിക്കാൻ വേണ്ടിയാണല്ലോ. കർത്താവ് ഞാൻ കോളിങ്ങിന് അല്ലാതെ പോയി കഴിഞ്ഞാൽ നല്ല കുഴപ്പം? ഞാൻ ചോദിക്കാനിടയായി. What's the problem if I go beyond, go out of my calling? കർത്താവ് ജസ്റ്റ് പറഞ്ഞു, എന്താ പറഞ്ഞത്, മഴ പെയ്യും, കൊടുങ്കാറ്റടിക്കും, എന്താ പറഞ്ഞത്, വെള്ളം പൊങ്ങും, പാറമേൽ പണിയാത്ത കെട്ടിടങ്ങളെല്ലാം നിലം പൊത്തും. That says that the building which is built on the rock will establish, but the other house which is on the sand, it will be destroyed. So the rain will come, storm will come, the rain, the water will come, but we have to be built on the rock. The person who receive the calling, receive the word of God and build his house, that's how you are on the rock. പല ദൈവദാസന്മാരും പല പാസ്റ്റേഴ്സിനും കോളിംഗ് ഇല്ല, അവർക്ക് സഭ നടത്താൻ കോളിംഗ് ഇല്ല. പക്ഷെ അവര് ഫോഴ്സിൽ ചെയ്യുന്നത് മാത്രമേ, അതുകൊണ്ട് സഭ നിലനിൽക്കത്തില്ല. Many pastors, they don't have a calling to establish a church or bring it forward, but so that's why church is gone. എന്റെ മക്കൾക്ക് ആ കോളിംഗ് ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അവരെ കൊണ്ട് പാസ്റ്ററായിട്ട് സഭയുടെ ഇൻചാർജ് ആക്കുന്നത്? എന്തിനാ? If my children has no calling, why should I guide them to be in charge of the church? എന്റെ കുഞ്ഞുങ്ങൾക്ക് പാടുവാനുള്ള കോളിംഗ് ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ചർച്ചയിൽ കൊണ്ട് ഫ്രണ്ടറെ കൊണ്ട് നിർത്തുന്നതിനാണ്?
If my kids doesn't know how to sing, they don't have the calling to sing, why should I bring them in the front of the church and let them? നിങ്ങൾ പറയുന്നത് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ആൾ കളിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പിള്ളേരെ ഉയർത്തി കാണിക്കുവാനോ അല്ലെങ്കിൽ അതൊന്നും അല്ല ചർച്ച് കോളിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് പോകേണ്ടത്. Go by the calling of God, not to show other people. It's not a show. ഹല്ലേലൂയ. നിങ്ങൾ പാസ്റ്റേഴ്സ് കോളിംഗ് അല്ല, നിങ്ങൾ എന്തിനാ പാസ്റ്റർ ആയിട്ടിരിക്കുന്നത്? If you don't have a calling as a pastor, why are you a pastor? നിങ്ങൾ വിളിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ജോലി ചെയ്യുന്നത്? If you have no calling, why are you doing that work? ഞാൻ പല ദിവസം ഇവാഞ്ചലിസ്റ്റ് വിളിച്ചിട്ട് പാസ്റ്ററായിട്ടിരിക്കുന്ന ദിവസന്മാരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് ചർച്ച വളരത്തില്ല, അദ്ദേഹവും വളരത്തില്ല, വിശ്വാസികളും വളരത്തില്ല. Many pastors without calling, and the church will not grow, the believers will. അല്ല, പല പ്രവാചകന്മാരും ചർച്ചിന്റെ പാസ്റ്റേഴ്സ് ആയിട്ട് ഇരിപ്പുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ദൈവത്തിന് അദ്ദേഹത്തിന് ഉപയോഗിക്കാനും പറ്റത്തില്ല. ആ ചർച്ചിൽ കിടന്ന് ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ പ്രവചിച്ചുകൊണ്ടിരിക്കും. ആ ചർച്ചും വളരത്തില്ല, വിശ്വാസികളും വളരത്തില്ല, അദ്ദേഹത്തിന് ഉപയോഗിക്കാനും പറ്റത്തില്ല. There are many prophets as a church pastor, but the problem is the church will not grow, people will not grow, and God cannot use it. നിങ്ങൾ പല ടീച്ചേഴ്സിനെ, ഈ കോളിംഗ് ടീച്ചേഴ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാക്കി, നിങ്ങൾ ഒരു പാസ്റ്റേഴ്സായിട്ട് ചർച്ചിലിരിക്കും. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനമാണ് കാണത്തില്ല. കുറച്ച് ബുദ്ധിയിൽ അല്ലെങ്കിൽ കുറച്ച് എന്താ പറഞ്ഞത്, നമ്മൾ കുറച്ച് അടിച്ചു കയറ്റാന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ എന്താ പറയുക, കുറെ ടീച്ച് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഗുണം ഉണ്ടാകുന്നില്ല അവിടെ. So teachers as the pastors of the church, but the church will not grow. You can just speak some intelligent words, but church will not grow. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾ കോളിംഗ് നിങ്ങൾ മനസ്സിലാക്കുക. കോളിംഗ് എന്തിനാ നിങ്ങൾ വിളിച്ചത്? നിങ്ങൾ എന്തിനാ വിളിച്ചിരിക്കുന്നത്? വാട്ട്സ് എ കോളിംഗ്? You must understand your calling. എല്ലാവരും സുവിശേഷീകരണത്തിന് ദൈവം വിളിച്ചിട്ടുണ്ടോ? ഇല്ല. എല്ലാവരെയും പാസ്റ്ററാകാൻ വിളിച്ചിട്ടുണ്ടോ? ഇല്ല. എല്ലാവരും പ്രവാചകന്മാരെ ദൈവം വിളിച്ചിട്ടുണ്ടോ? ഇല്ല. എല്ലാവരെയും അത്ഭുതം ചെയ്യാൻ ദൈവം വിളിച്ചിട്ടുണ്ടോ? ഇല്ല. എല്ലാവരെയും പ്രവചിക്കാൻ ദൈവം വിളിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇന്ന് നോക്കണം നിങ്ങൾ എന്തിനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. Not everybody is prophets, not everybody is teachers, not everybody is apostles. So you have to make sure what is my purpose, what's my call. അടുത്ത 15 മിനിറ്റ് 20 മിനിറ്റ് നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോവാണ്. നിങ്ങൾ ചോദിക്കണം, കർത്താവ് എന്റെ കോളിംഗ് എന്തിനാ നീ എന്നെ വിളിച്ചിരിക്കുന്നത്? നമ്മൾ ചോദിച്ച ദൈവം പറഞ്ഞു തരും എന്താണ് നിന്റെ കോളിംഗ്. ആ കോളിംഗിൽ നമ്മൾ സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് പോകാമെങ്കിൽ നിങ്ങളുടെ മിനിസ്ട്രി ഏറ്റവും സൂപ്പർ ആയിരിക്കും. Next 15 minutes we're going to worship and ask God, what is my calling, Lord? Why did you call me? Then you go according to your calling, then your ministry is super. ദൈവം പിന്നെ പഠിപ്പിക്കാൻ നല്ലൊരു കാര്യം പറയുന്നത്, നിന്റെ കോളിംഗ് നീ നോക്കിക്കോണം. നീ ഇടത്തോട്ടോ വലത്തോട്ടോ മറ്റുള്ളവർ കോളിങ്ങോ മറ്റുള്ളവർ ചെയ്യുന്നോ നീ മിനിസ്റ്റർ ചെയ്യുന്നോ നീ നോക്കരുത്. നിന്റെ കോളിംഗ് നോക്കണം. അവിടെയാണ് നീ സക്സസ് ആകുന്നത്. You'll be succeed in your calling if you watch why God called you for. Don't look at right or left, that person, this person, but you do for your calling. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകല് നമുക്ക് ഒന്ന് ദിവസങ്ങളിൽ സറണ്ടർ കൊടുത്തിട്ട് ഈ മെസ്സേജ് എന്നോട് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അടുത്ത 20 മിനിറ്റ്സ് നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ അന്യഭാഷകൾ പറയുക. അതിനുശേഷം നമുക്ക് ഡെലിവറൻസ് മിനിസ്റ്റർ ചെയ്യാം. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ദേവദാസന്മാരോടെ ഉണ്ട്. നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പലർക്കും എനിക്കറിയാം നിങ്ങൾക്ക് ഡെലിവറൻസിന് വേണ്ടി മീറ്റിംഗ് കടന്നു വന്നിരിക്കുന്നു. പക്ഷേ ഇതൊരു ഡെലിവറൻസ് ആണ്. നിങ്ങൾ കോളിംഗ് മനസ്സിലാക്കണം. ഇതൊരു ഡെലിവറൻസ് ആണ്. This is a deliverance also. To understand why God called you for. The next 20 minutes we're going to pray. So God will deliver you. God will make you understand what you're calling. നിങ്ങളുടെ കുഞ്ഞിന് ഓർഗൻ വായിക്കാൻ കോളിംഗ് ഇല്ല, പിന്നെ നിങ്ങൾ എന്തിനാ ഫോഴ്സ് ചെയ്യുന്നത്? Don't force the child to play organ if he's not a calling for playing organ. നിങ്ങൾ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എന്തിനാ വിളിച്ചു കർത്താവ്? അവരെന്തായി തീരാനാണ് വിളിച്ചിരിക്കുന്നത്? എന്താ കോളിംഗ് എന്താണ്? We have to ask God, Lord, what is my calling? What is my kid's calling? ദൈവം എല്ലാം വ്യക്തമാക്കി തരും. ദൈവം ഒന്നും മറച്ചു വെക്കത്തില്ല. ദൈവത്തോട് ചോദിച്ച ദൈവം എല്ലാം വ്യക്തമാക്കി തരും. If you ask God, God will make it clear for you. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. എല്ലാവരും മ്യൂട്ട് ഓപ്പൺ ചെയ്താൽ, എല്ലാവരും സംസാരിച്ചു തുടങ്ങിയാലും, കർത്താവ് സംസാരിച്ചാലും എന്റെ കോളിംഗ് കർത്താവ് വ്യക്തമാക്കണമേ. ഹല്ലേലൂയ. ഉറക്കിടുന്ന പകൽക്കാലം നിങ്ങൾ ഉറക്കിടും. നിങ്ങളുടെ കോളേശ്വരന്റെ സക്കായെ നീ ഇറങ്ങി വരാൻ കർത്താവ് പറയുക. നിരാത്തിൽ കർത്താവ് സക്കായെ നീ ഇറങ്ങി വാ. യേശു നിന്റെ വാതിക്കൽ മുട്ടുന്നു, നിന്റെ ഹൃദയത്തിൽ മുട്ടുന്നു. നീ ഒരു വിടുതലിന് വേണ്ടി വന്നതാണോ? അല്ല. ഇന്ന് രാത്രി കർത്താവ് നിന്നോട് അത്താഴം കഴിക്കാൻ വന്ന. ഹല്ലേലൂയ. നിന്നോട് കൂട്ടായ്മ ആചരിക്കാൻ വന്ന. സ്തോത്രം. ശമനഗസ്തി ഇന്ന് പ്രസൻസ് ഓഫ് ഗോഡ് വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. യെസ്, പ്രസൻസ് ഓഫ് ഗോഡ്. കർത്താവുമായിട്ട് നടക്കാൻ വിളിച്ചവരൊക്കെ ഉണ്ട് ഇതിനകത്ത്.
കർത്താവുമായിട്ട് കൂട്ടായ്മ ആചരിക്കാൻ വിളിച്ചവരുണ്ട്. കർത്താവിന്റെ വലിയ പദ്ധതികളുമായി വിളിച്ചവരുണ്ട്. ഇതിൻ്റെ അകത്ത് വലിയൊരു ശുശ്രൂഷകരാണ്. നീ ഇപ്പോഴും ബിസിനസ്സുമായിട്ട് നടക്കുകയാണ്, ഇപ്പോഴും നീ ജോലിയായിട്ട് നടക്കുകയാണ്, ഹല്ലേലൂയ, ഇപ്പോഴും നിന്റെ കുഞ്ഞുങ്ങളെ വളർത്തി നടക്കുകയാണ്, ഇപ്പോഴും നീ നിന്റെ പ്രശ്നങ്ങളുമായിട്ട് നീ മുന്നോട്ട് പോകുക. അതെല്ലാം കളഞ്ഞിട്ട് മാറ്റി വെച്ചിട്ട്, യെസ്, അതെല്ലാം മാറ്റി വെച്ചിട്ട് കർത്താവിനോട് പറ, കർത്താവ് ഞാൻ തയ്യാറാണ്, ഞാൻ റെഡിയാണ്, ഐ എം റെഡി ഫോർ ദാറ്റ്. ഞാൻ ദൈവത്തിന് വേണ്ടി റെഡിയാണ്, എന്ത് ചെയ്യാൻ ഞാൻ റെഡിയാണ്. യെസ്, ദൈവത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് കർത്താവ്. ഏൽപ്പിച്ചു കൊടുത്താലും ഞാൻ എല്ലാം മാറ്റിക്കളയുന്ന കർത്താവ്. ചപ്പൻ ചവറെല്ലാം എണ്ണുക, ചപ്പൻ ചവറെല്ലാം മാറ്റിക്കളയും. യെസ്, സകരകതരക ശന്തര ഊറാഖാബാല ശകനാരകടന അന്തീബ റഗനാദിന. വിളിക്കനുസരിച്ച് മുന്നോട്ട് പോട്ടെ, വിളിക്കനുസരിച്ച് മുന്നോട്ട് പോട്ടെ. വാട്സ് യുവർ കോളിംഗ് എന്നാ ദൈവത്തിന്? നിങ്ങൾ കോളിംഗ് എന്നാ ദൈവം? കോളിംഗ് കർത്താവിന്റെ കോളിംഗ് എന്നാ? എന്റെ കോളിംഗ് എന്നാ കർത്താവേ? എന്നെ വിളിച്ചിരിക്കുന്നത് എന്തിനാ കർത്താവേ? ഹല്ലേലൂയ. കർത്താവെ വിളിക്കനുസരിച്ച് എന്നെ കൊണ്ടുപോകണം കർത്താവെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത് ഞാൻ എതിരെ നിൽക്കുവാണ് കർത്താവെ, എന്നെ അതിൽ നിന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് പോകണം. തടസ്സങ്ങൾ മാറ്റി തരണം. പിശാചെതിരെ നിൽപ്പുണ്ടെങ്കിൽ എന്നെ ശാസിക്കുന്നു. യേശുനാദി പൈശാചിക ശക്തികളെ ഞാൻ ശാസിക്കുന്നു. മാറിപ്പോട്ടതെല്ലാം, പൈശാചിക ശക്തികളെല്ലാം മാറിപ്പോട്ടെ, മുന്നിൽ നിന്ന് മാറിപ്പോട്ടെ. കോളിംഗ്, വാട്സ് മൈ കോളിംഗ്, വാട്സ് യുവർ കോളിംഗ്? ഓ, ഐ സറണ്ടർ യു, ജീസസ്, ഐ സറണ്ടർ യു. I give you glory, honor, praise. What is my calling? Adonai, what's my calling? യഹൂദനെ വിളിച്ചിട്ട് അവർ അറിഞ്ഞില്ല കർത്താവേ. യഹൂദനെ വിളിച്ചിട്ട് അവന്റെ കോളിംഗ് അറിഞ്ഞില്ല കർത്താവേ. യഹൂദനെ വിളിച്ചിട്ട് അവന്റെ കോളിംഗ് അവൻ അറിഞ്ഞില്ല കർത്താവേ. ഹല്ലേലൂയ. യഹൂദനെ വിളിച്ചിട്ട് അവന്റെ കോളിംഗ് കർത്താവിനെ അറിഞ്ഞില്ല കർത്താവേ. ഞങ്ങളെ വിളിച്ചിട്ട് കർത്താവ് വിളിച്ച് വേർതിരിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ കോളിംഗ് അറിയാതെ ഞങ്ങൾ മരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കർത്താവേ. പലരും ജനിച്ച് വളർന്നു, പലരും വിശ്വാസികളായി, കോളിംഗ് അറിയാതെ അവർ മരിച്ചു പോകുന്നു കർത്താവേ. ഇതിന്റെ അകത്തുള്ളവരാരും കോളിംഗ് അറിഞ്ഞ് കോളിംഗ് പൂർത്തീകരിക്കാൻ മരിച്ചു പോയില്ല എന്ന് പ്രാർത്ഥിക്കും. യെസ്, പലരെയും കർത്താവ് ഹൃദയം ഡാർക്കായി പോയല്ലോ, പലരുടെയും ഹൃദയം കർത്താവെ ഇരുട്ടായി പോയല്ലോ കർത്താവെ. അവരുടെ കോളിംഗ് അവർ അറിയുന്നില്ല കർത്താവ്, അവരുടെ വിളി കർത്താവ് അറിയുന്നില്ല കർത്താവെ. വിളിക്കനുസരിച്ച് ഓടാൻ പറ്റുന്നില്ല കർത്താവെ.